നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നമ്മുടെ ബ്രെയിൻ പവറിനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. എല്ലാവർക്കും സ്വാഗതം. മനുഷ്യൻ്റെ തലച്ചോറിനെ ഒരു ബാറ്ററിയോട് താരതമ്യപ്പെടുത്താം. ഇലക്ട്രിക്കൽ ബാറ്ററികളുടെ ഒരു ഗ്രൂപ്പ് ഒരൊറ്റ ബാറ്ററിയേക്കാൾ ഊർജ്ജം നൽകുമെന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഒരൊറ്റ ബാറ്ററി ഊർജ്ജം നൽകുന്നത് അതിലുൾപ്പെടുന്ന സെല്ലുകളുടെ എണ്ണത്തിൻ്റെയും ശേഷിയുടെയും അനുപാതത്തിലാണെന്നതും അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ്. തലച്ചോറ് പ്രവർത്തിക്കുന്നത് സമാനമായ ഫാഷനിലാണ്. ചില തലച്ചോറുകൾ മറ്റുള്ളവയേക്കാൾ കാര്യക്ഷമതയും ശേഷിയുമുള്ളതാണെന്നതിന് ഉത്തരവാദിത്തം വഹിക്കുന്നതും ഇതുതന്നെ. അതൊരു സുപ്രധാന പ്രസ്താവനയിലേക്ക് നയിക്കുന്നു. താളപ്പൊരുത്തത്തിൻ്റെ ഒരു സ്പിരിറ്റിൽ ഏകോപിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു തലച്ചോറിൻ്റെ ഒരു ഗ്രൂപ്പ് ഒരു ഒറ്റയായ തലച്ചോറിനേക്കാൾ ഊർജം നൽകും. ഒരു ഒറ്റ ബാറ്ററി നൽകുന്നതിനേക്കാൾ കൂടുതൽ ഊർജം ഒരു ഗ്രൂപ്പ് ഇലക്ട്രിക്കൽ ബാറ്ററികൾ നൽകുമെന്നതുപോലെ തന്നെ. ഈ രൂപകത്തിലൂടെ ഉടനടി തന്നെ വ്യക്തമാകുന്നത് തലച്ചോറുള്ള മനുഷ്യരെ കൊണ്ട് തങ്ങളെ തന്നെ പൊതിയുന്ന ആളുകൾ പ്രയോഗിച്ചിരുന്ന ശക്തിയുടെ രഹസ്യം മാസ്റ്റർ മൈൻഡ് തത്വത്തിലാണ് എന്നുള്ളതാണ്. മാസ്റ്റർ മൈൻഡ് തത്വത്തിൻ്റെ സൈക്കിക് ഘട്ടത്തിൻ്റെ മനസ്സിലാക്കലിൽ കുറച്ചുകൂടി അതിനടുത്തേക്ക് നയിക്കുന്ന മറ്റൊരു പ്രസ്താവന പിന്നാലെ വരുന്നു. ഒറ്റയൊറ്റ തലച്ചോറുകളുടെ ഒരു ഗ്രൂപ്പ് ഏകോപിപ്പിക്കപ്പെടുകയും താളപ്പൊരുത്തത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ സഖ്യത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വർദ്ധിച്ച ഊർജം ഗ്രൂപ്പിലെ ഓരോ ഒറ്റയൊറ്റ തലച്ചോറിനും ലഭ്യമാവുന്നു. ഹെൻറി ഫോർഡ് തൻ്റെ ബിസിനസ് കരിയർ ആരംഭിച്ചത് ദാരിദ്ര്യം, നിരക്ഷരത, അജ്ഞത എന്നിവയുടെ പരാധീനതകളോടെയാണെന്നത് സുവിദിതമായ ഒരു വസ്തുതയാണ്. വെറുമൊരു 10 വർഷ കാലയളവ് കൊണ്ട് മിസ്റ്റർ ഫോർഡ് ആ 3 പരാധീനതകളെയും കീഴടക്കിയെന്നതും അത്ര തന്നെ സുവിദിതമായ ഒരു വസ്തുതയാണ്. അദ്ദേഹം 25 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാക്കി മാറ്റി. മിസ്റ്റർ ഫോർഡിൻ്റെ വലിയ കുതിച്ചുചാട്ടങ്ങൾ ദൃശ്യമായി തുടങ്ങിയത് അദ്ദേഹം തോമസ് എഡിസന്റെ വ്യക്തിപരമായ സുഹൃത്തായി തീർന്നതിന് ശേഷമാണെന്ന മറ്റൊരറിവുമായി ആ വസ്തുതയെ ബന്ധിപ്പിക്കുക. ഒരു മനസ്സിൻ്റെ മറ്റൊന്നിന്മേലുള്ള സ്വാധീനത്തിന് എന്തൊക്കെ സാധിക്കാനാകുമെന്ന കാര്യം നിങ്ങളപ്പോൾ മനസ്സിലാക്കാൻ ആരംഭിക്കും. ഒരു പടി കൂടെ മുന്നോട്ട് കടന്ന് മിസ്റ്റർ ഫോർഡിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ നേട്ടങ്ങൾ ആരംഭിച്ചത് അദ്ദേഹം ഹാർവി ഫയർസ്റ്റോൺ, ജോൺ ബറോസ്, ലൂതർ ബുർബാങ്ക് ഓരോരുത്തരും വലിയ തലച്ചോറിന് ശേഷിയുള്ളവരാണ് എന്നിവരുമായി ചങ്ങാത്തം സ്ഥാപിച്ചതിന് ശേഷമാണെന്നത് കണക്കിലെടുക്കുക. മനസ്സുകളുടെ സൗഹൃദപരമായ സഖ്യത്തിന് ശക്തിയെ ഉൽപ്പാദിപ്പിക്കാനാവുമെന്നതിന് നിങ്ങൾക്കതോടെ കൂടുതൽ തെളിവുകൾ കിട്ടും. സഹഭാവത്തിൻ്റെയും താളപ്പൊരുത്തത്തിൻ്റേതുമായ ഒരു സ്പിരിറ്റോടെ തങ്ങൾ കൂട്ടുചേരുന്നയാളുകളുടെ ചിന്താശക്തിയും ശീലങ്ങളും പ്രകൃതിയും ആളുകളെ സ്വായത്തമാക്കുന്നു. എഡിസൺ, ബുർബാങ്ക്, ബറോസ്, ഫയർസ്റ്റോൺ എന്നിവരുമായി കൂട്ടുചേർന്നതോടെ മിസ്റ്റർ ഫോർഡ് തൻ്റെ ബ്രെയിൻ പവറിലേക്ക് ഈ 4 പേരുടെയും ബുദ്ധി, അനുഭവപരിചയം, അറിവ്, ആത്മീയ ശക്തികൾ എന്നിവയുടെ സാരാംശവും ആകെത്തുകയും കൂട്ടിച്ചേർത്തു. അതിലുമപ്പുറം അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിച്ചിരുന്ന നടപടിക്രമത്തിൻ്റെ രീതികളിലൂടെ മാസ്റ്റർ മൈൻഡ് തത്വത്തെ സ്വന്തമാക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു. ഈ തത്വം നിങ്ങൾക്കും ലഭ്യമാണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ഈ പുസ്തകത്തിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അത്യത്ഭുതകരമായ ശക്തി ഏത് രീതിയിലാണ് കൈവരിച്ചതെന്ന കാര്യം നമുക്ക് പരിശോധിച്ച് നോക്കാം. അക്കാര്യം ഏതാനും വാക്കുകളിൽ വിശദീകരിക്കാനാവും. മനസ്സും ശരീരവും കൊണ്ട് തികഞ്ഞ പൊരുത്തത്തോടെ 200 ദശലക്ഷം പേരെ സഹകരിക്കാൻ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞതിലൂടെയാണ് അദ്ദേഹം ശക്തി നേടിയത്. ചുരുക്കത്തിൽ ഗാന്ധി ഒരു അത്ഭുതം കാട്ടി. കാരണം 200 ദശലക്ഷം പേരെ സഹകരിക്കാൻ പ്രേരിപ്പിക്കുക എന്നത് നിർബന്ധിച്ചല്ല, അതും തികഞ്ഞ യോജിപ്പിൻ്റെ സ്പിരിറ്റോടെ ഒരു അത്ഭുതം തന്നെയാണ്. ഇതൊരത്ഭുതമാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലയളവിലേക്ക് ഏതെങ്കിലും 2 പേര് തികഞ്ഞ ഐക്യത്തോടെ സഹകരിക്കാൻ പ്രേരിപ്പിച്ച് നോക്കൂ. ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്ന ആർക്കും ഒരു താളപ്പൊരുത്തം എന്നതിനോട് വിദൂരമായ സാദൃശ്യമെങ്കിലുമുള്ള രീതിയിൽ തൊഴിലാളികളെ ഒരുമിച്ച് ജോലി ചെയ്യിക്കാൻ പറ്റുക എന്നത് അത്ര വിഷമകരമായ കാര്യമാണെന്ന് മനസ്സിലാവും. ശക്തി ആർജിക്കാൻ കഴിയുന്നതിൻ്റെ സ്രോതസ്സുകളുടെ ലിസ്റ്റിൽ മുഖ്യസ്ഥാനത്ത് വരുന്നത് നിങ്ങൾ കണ്ടതുപോലെ അനന്തമായ ബുദ്ധിയാണ്. ഒരു തികഞ്ഞ താളപ്പൊരുത്തത്തിൻ്റെ സ്പിരിറ്റിൽ 2 അതിലധികമോ ആളുകൾ ഏകോപിപ്പിക്കപ്പെടുകയും അവരൊരു നിശ്ചിതമായ ലക്ഷ്യത്തിനു വേണ്ടി നേരെ പ്രവർത്തനം നടത്തുകയും ചെയ്യുമ്പോൾ ആ സഖ്യത്തിലൂടെ അവർ നേരിട്ട് തന്നെ അനന്തമായ ബുദ്ധിയുടെ മഹത്തായ പ്രാപഞ്ചിക സംഭരണ കേന്ദ്രത്തിൽ നിന്ന് ശക്തി ആർജിക്കുകയാണ്. എല്ലാ ശക്തിയുടെ ഉറവിടങ്ങളിലും വെച്ച് ഏറ്റവും വലിയ സ്രോതസ് ഇതാണ്. ഓരോ മൗലിക പ്രതിഭയും ഓരോ മഹാന്മാരായ നേതാക്കന്മാരും തങ്ങളുടെ ശക്തിക്കായി തിരിയുന്നതെങ്ങോട്ടാണ് ആ വസ്തുതയെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായാലും ഇല്ലെങ്കിലും
ശക്തിയുടെ സംഭരണത്തിന് ആവശ്യമായ ജ്ഞാനം ലഭിക്കാവുന്ന മറ്റു 2 പ്രധാന സ്രോതസ്സുകൾ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം ആശ്രയിക്കാൻ പറ്റുന്നവയല്ല. മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ പറ്റുന്നവയല്ല. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ഈ പുസ്തകത്തിൽ തുടർന്നു വരുന്ന അധ്യായങ്ങളിൽ അനന്തമായ ബുദ്ധിയെ ഏറ്റവും ഉടനടി ബന്ധപ്പെടാൻ കഴിയുന്നതായ രീതിയിൽ വേണ്ട വിധത്തിൽ വിവരിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു സംസാരം ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.